ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഞാൻ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച അതേ വചനമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ കറണ്ടില്ല. അപ്പോൾ കറണ്ടില്ലാതെ വന്നപ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് ഈ വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. അതേ വചനമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഒക്ടോബർ 14 ഇന്ന്. 11 വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. 14 ഒക്ടോബർ മാസം 14 നമ്മൾ പങ്കുവയ്ക്കുന്ന വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 12 വചനമാണ്. ദ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 16 വേഴ്സ് 12. ഈ വചനം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. നമുക്ക് ചുറ്റും ഇന്ന് ഒരുപാട് രോഗികളുണ്ട് അല്ലേ? നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ചുറ്റുപാടും ശാരീരികമായും സാമൂഹികമായും മാനസികമായും രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവിക്കുന്നവരില്ലേ? എല്ലാ മേഖലകളിലും ഒരു സൗഖ്യം ആവശ്യമാണ്. എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും അവന് സൗഖ്യം ആവശ്യമുണ്ട്. അവൻ അനുഭവിക്കുന്ന എല്ലാ സംഘർഷങ്ങളിൽ നിന്നും സൗഖ്യം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവചനത്തിന് സാധിക്കും. ഒരു സിസ്റ്റർ ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ആ സിസ്റ്ററിൻ്റെ പല്ലുകൾ സർജറി നടത്തിയാണ് വീണ്ടും സർജറി നടത്താൻ പോലും പറ്റാത്ത വിധത്തിലായി എന്ന് ഡോക്ടർ പറഞ്ഞ അത് നടക്കില്ല, സർജറി നടത്തിയാലും മുഖം കൂടിപ്പോകുമെന്നൊക്കെ പറഞ്ഞത് അത്ഭുതകരമായിട്ടും തിരുവചനത്തിൻ്റെ ശക്തിയാൽ സിസ്റ്റർ പറയാൻ ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സൗഖ്യദായകമായ വചനങ്ങൾ ഇങ്ങനെ ഈശോയുടെ നാമത്തിൽ ഈ വചനങ്ങൾ സൗഖ്യപ്പെടുത്തുന്ന വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ ഇങ്ങനെ ആവർത്തിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സർജറി വിജയകരമായി സിസ്റ്ററിൻ്റെ മുഖം വളരെ സുന്ദരമായി പഴയതുപോലെ തന്നെ ആക്കുവാനായിട്ട് സാധിച്ചു. ഡോക്ടർ പറഞ്ഞു ഇതൊരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു സിസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് സാധ്യമാകുന്നത് രോഗങ്ങൾ സൗഖ്യപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ രോഗം സുഖപ്പെടില്ല എന്ന് പറയുന്ന വചനങ്ങൾ എത്രയോ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ സുഖപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവചനം സുഖപ്പെടുത്താനായിട്ട് ദൈവവചനത്തിന് സാധിക്കും. ഒരു മനുഷ്യനെ സുഖപ്പെടുത്താനായിട്ട് ദൈവവചനത്തിന് സാധിക്കും. വചനം ഇതാണ് പറയുന്നത്, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനത്തിന് എന്നെയും നിങ്ങളെ സുഖപ്പെടുത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. പറയുകയാണ്, neither herb nor poultice cured them, but it was your word, O Lord, that heals all people. Neither herb nor poultice cured them, but it was your word, O Lord, that heals all people. എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനം അത് നമ്മെ സൗഖ്യപ്പെടുത്തും. നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ തമ്പുരാനോട് പറയുക, ദൈവമേ എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ. സൗഖ്യദായകമായ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം ഈ സിസ്റ്റർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കുന്നത് പോലെ, ഒരു ക്യാപ്സൂൾ കഴിക്കുന്നത് പോലെ ആ വചനങ്ങൾ ആവർത്തിച്ചിങ്ങനെ ഏറ്റുപറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇത് ഒരു പാഠമാണ്. നമുക്കും ചെയ്യാം. നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളുടെ രോഗങ്ങളിൽ നിന്നൊക്കെ സൗഖ്യം നേടുവാനായിട്ട് നമുക്ക് പറ്റും. ആഗ്രഹിക്കാം അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.